ഗൈസ് വെൽക്കം ബാക്ക് ടു ബെൻസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് എഗെയിൻ നമ്മുടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റോബ്ലോക്സിൽ ബിൽഡ് ടു സർവൈവ് എന്ന് പറയുന്ന ഗെയിമാണ്. നമ്മൾ ബിൽഡ് എ ഹോം എന്നാണ് പേരിട്ടേക്കണം. എന്തായാലും ഗൈസ് വീഡിയോയിലേക്ക് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊക്കെ അടിച്ച് പൊളിച്ച് കളിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. റോട്ടു എന്താണ് ഗൈസ് 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. എന്തായാലും ഒന്ന് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മളിതാ ഇവിടെ ഇത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ജിമ്മ് സെറ്റാക്കിയിട്ടുണ്ട്. പാർട്ട് 6 ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ പാർട്ട് 6 ആണ്. ഓ ഗൈസ് ഇത് ഡിലീറ്റ് ചെയ്യണമല്ലോ. ഓക്കെ, എൻ്റെ പൊന്നോ ഗൈസ്, സിനിമ തിയേറ്ററിൽ സ്ക്രീനൊന്നും ആയിട്ടില്ല അല്ലേ? സ്ക്രീനായിട്ടില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, ഓ ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോവാം. അതിൽ നല്ലത് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. ഓ ഗെയിമിംഗ് റൂം വിഷയമാണ്. ഇതേ ഇവിടെ ബാത്റൂം, അങ്ങനെ ചെറിയ ചെറിയ സെറ്റപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, നമുക്കിതാ കാര്യങ്ങളൊക്കെ സാധിക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇവനെങ്ങനെ കയറി? ഇതെങ്ങനെ കയറിയടാ? ഇതെങ്ങനെ കയറി? ഇതെങ്ങനെടാ? റോബക്സ് കൊടുത്ത് ചെയ്തേക്കണമെന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ നോക്കണേ കേട്ടോ. നമ്മുടെ തിയേറ്റർ സെറ്റപ്പൊക്കെ കണ്ട് ദേടാ. നമ്മുടെ ഏരിയ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണു. വൈബല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്. ഇവന് ഇഷ്ടപ്പെട്ട് ഗൈസ്. 3D ഹോം എന്നാ? ഗൈസ് ഇഷ്ടപ്പെട്ടിട്ടാ. നമുക്ക് ഇവിടെ അങ്ങോട്ട് യെസ് പോയാ? ബാത്റൂമിലാണോ? യെസ് ഗൈസ്, ഈ വഴിയാടാ. ഗൈസ് ഈ വഴി. ബാ ഇങ്ങോട്ടോ. ഫോളോ മീ. ഗൈസ് ഞാൻ വിളിച്ചുകൊണ്ട് പോകണം കേട്ടാ. പൊളി കേട്ടാ. എൻ്റെ പൊന്നോ. വേർ ഈസ് യുവർ ഹൗസ്? ഞാനെന്താണ് ഇങ്ങനെ വെച്ചാ? വേർ ഈസ് യുവർ ഹൗസ്? ഇതെന്താണ് ഇങ്ങനെ പോണ? എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കണം. ബേബിയാ ഗൈസ് ഇത് വിഷയവും. ബേബി പണിയായെന്ന് തോന്നുന്നു. ബീഫ് ബെസ്റ്റ് ഫ്രണ്ടോ? ഓട് കുളിച്ചിക്കടോ. ഗൈസ് പോയി രക്ഷപ്പെട്ട.
എൻ്റെ അയ്യോ കണ്ട് 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 എടാ ഇതിപ്പോൾ ഭയങ്കര കഷ്ടമല്ലടാ. ബൈ ബൈ. ആ പൊയ്ക്കോ 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 പൊയ്ക്കോ. പോട്ടെ പോട്ടെ. എങ്ങോട്ടാ പോണേ നോക്കട്ടെ. എങ്ങോട്ടാണ് പോണേ? ഓ എടാ ഹാക്കറാ, അതിനെ കൊന്നടാ. ഈ വഴിയോടെ വന്നത്. അതെങ്ങനെയാടാ ഇങ്ങനെ കുറച്ച് തേടി മൂലൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ തന്നെ പോകുന്നടാ? അതല്പം അതെ റോബക്സ് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്തതായിരിക്കോടാ. അതുകൊണ്ട് ഞാനും കൂട്ടത്തിലേ പോയതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ടടാ. നമുക്ക് ജിമ്മാണിപ്പോൾ നമ്മൾ നോക്കുന്നത്. ജിമ്മിൽ ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയും ഗോഡ്വിൻ സുനിലും. അതെന്താടാ അങ്ങനെയൊക്കെ? നമുക്കതാ ജിമ്മിന് സെറ്റ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പേ തിയേറ്റർ ഒരുവിധം റെഡിയാക്കണം. അങ്ങനെ കുറേ പരിപാടികൾ വന്നുകൊണ്ടിരിക്കാടാ. ഇതൊന്ന് തീരണോടാ. തിയേറ്റർ സ്ക്രീനൊന്ന് വെച്ചാലല്ലേ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ തിയേറ്റർ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഫുഡ്സൊക്കെ ഇട, കേക്കൊക്കെ ഇട, ജിം ഐറ്റംസ്, ഫർണിച്ചറ്. ഇതെന്താടാ ഫർണിച്ചറിൽ ഇതൊക്കെ ഇപ്പം ഇത്? ഇത് കൊള്ളാമല്ലോ, നൈസുള്ള. ഒരെണ്ണം വെക്കാൻ പറ്റുള്ളൂ. എന്താടോ ഒരെണ്ണം വന്നത്? ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റിയതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ വേറെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗ്സ് ഫർണിച്ചറിൽ നമ്മുടെ തിയേറ്റർ സ്ക്രീനാ, ടെലിവിഷനൊക്കെ ഉള്ളല്ലോടാ അല്ലേ? ഇതായിരിക്കണം. $700 വേണം. ഇപ്പം തന്നെ ആക്കാം. അപ്പോൾ ഒന്ന് പൈസ ആവട്ടെ കേട്ടോ ഗായ്സ്. അപ്പം ഞാൻ ഇവിടെ ഒരു റൂമും കൂടി പണിത്. നമുക്ക് കിച്ചണാണെന്ന് നമ്മളേതോ പാർട്ടിയിൽ പറഞ്ഞായിരുന്നു. ചെറിയൊരു സ്മോൾ കിച്ചണായിട്ട് നമുക്ക് പണിയണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല ഗൈസ്, ഞാനത് മറന്നു എന്ന് തോന്നുന്നു. കുറേ നാളായിട്ട് 2 ആഴ്ച മുമ്പത്തെയാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഇട്ടത്. അതറിയാമോ? ഓക്കെ, നമ്മുടെ ജിമ്മിൽ ആയിട്ടില്ല. ജിമ്മ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ തിയേറ്റർ ഇതേ പൈസയൊക്കെ ഒരുവിധമായി. പൈസയ്ക്ക് ആയിട്ടുണ്ട്. തിയേറ്റർ സ്ക്രീൻ ഇനി കറക്റ്റ് വെക്കണോടാ. ഫർണിച്ചറിൽ പോവാം. ഇതായിരിക്കുന്നു സിനിമ സ്ക്രീൻ. എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ എക്യുപ്പ് ചെയ്യണം. എൻ്റെ പൊന്നടിയാ, എവിടെ ഇത് വിഷയമുള്ള ഇത് തികയോ? എൻ്റെ പൊന്നളിയാ, ഇത് പണി പാളിന്ന് തോന്നണ്. എൻ്റെ പൊന്നെ, ഇത് പണി പാളി കേട്ടോ. ഓക്കെ, സ്ക്രീൻ വെച്ചടാ. പ്ലാസ്റ്റിക്കും കൊണ്ട് എക്യുപ്പ് ചെയ്ത് വെക്കാം. വക്ക്. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യും. ഗൈസ്, ഇത് മതിയാവുമെന്ന് തോന്നുന്നു. നമുക്ക് തല ഇങ്ങനെ വെച്ച് കാണാം. കുഴപ്പമില്ലടാ. ദേടാ കുഴപ്പമില്ല, ഇതൊക്കെ മതിയില്ലേ. ഇനി സ്പീക്കറും കാര്യങ്ങളൊക്കെ എന്താന്നാവോ? ഒരു ജൈൻറ്റ് സ്പീക്കർ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നല്ലേ. ഒരു തിയേറ്റർ ആംബിയൻസ് കിട്ടുമല്ലേ. പോസ്റ്ററൊക്കെ ഉണ്ടല്ലോടാ.
ഇതൊക്കെ നമുക്ക് അധികം നാൾ വെക്കാൻ പറ്റും ഗൈസ്. ഇതൊക്കെ വേണം നമുക്ക്. ഇനി ഇതിന് ഡമ്പലൊക്കെ വേണോടാ. ഇതേടെ ഫുഡ് കിച്ചണിൽ വേണം. ഫ്രിഡ്ജ് ഉണ്ടോടാ? ഫ്രിഡ്ജൊക്കെ ഫർണിച്ചറിലായിട്ട് കൂട്ടുള്ളൂ അല്ലേ? ഫ്രിഡ്ജിലെങ്കിലും കുഴപ്പമില്ല അല്ലേ? സിങ്ക് ടോയ്ലറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജില്ലെങ്കിലും വലിയ സീനില്ല. 6-7 അറ്റാക്കാം ഗൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ, സിനിമ തിയേറ്ററും അങ്ങനെ എൻഡായി, ഗെയിമിങ്ങും എൻഡായി. ഇനി നെക്സ്റ്റ് നമ്മുടെ ജിമ്മാണ്. എൻ്റെ അപ്പോൻ്റെ ജിമ്മിന് പൈസ ഇതുവരെയായിട്ട് ആയിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാൻ പോണത് കിച്ചനാണ്. കിച്ചൺ കഴിഞ്ഞിട്ട് ബാക്കി എനിക്കൊരു ഐഡിയ ഇല്ലടാ. അവിടെ മേളിൽ എന്തൊക്കെയോ പണിത് വെക്കണം. ഒരു വീട് പോലെ പണിത് വെക്കണമെന്നുണ്ട്. അതായി കഴിഞ്ഞാൽ എന്ത് 2 നില പോലെ നമുക്ക് ആക്കാമല്ലോ. അപ്പം 3-ാം നില ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടില്ലേ, ഇവിടെ നമുക്കില്ലേ ഡോറാക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് കയറും. അപ്പം ബാക്കി നമുക്ക് ഇത്ര സ്ഥലം കിട്ടുമല്ലോ. അത് ഫ്രണ്ടിൽ നിന്ന് കയറണ പോലെ നമുക്ക് ആക്കാമല്ലോ. ഏത് മനസ്സിലായോ? അപ്പം എൻ്റെ ബുദ്ധി എങ്ങനെ ഇരിക്ക്. ഇവിടെ നമുക്ക് എന്ത് പണിയണം അങ്ങനെയൊന്നും വലിയ പ്ലാനിങ് ഇല്ല. ഇവിടെ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ആക്കണം. ചടിക്കോ? ഓ, പെയിന്റ് ബ്ലോക്കാ. അത് 10 റോബക്സ് കൊടുക്കണം. ബെഡ് കൊള്ളാമല്ലടാ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ജിമ്മിൽ കുറച്ച് ഐറ്റംസ് കുറഞ്ഞത് വേണമെങ്കിൽ മേടിച്ച് വെക്കാം. ഇതന്നെയാണ് ജിമ്മ്. ഇതന്നെ. ഓ, ഇരുണ്ട് രാത്രിയായി ഗൈസ്. അങ്ങനെ ജിമ്മിൽ കൂടെ ഐറ്റമാണല്ലോടാ. ഡമ്പല് ബാർബില്ല. എന്താടാ അത്? മനസ്സിലായി. എൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടുണ്ട്. ഇതാണ് പേരെന്ന് എനിക്കിപ്പോഴും മനസ്സിലായ. സ്കോട്ടർ ബോള്, ബാസ്കറ്റ് ബോള്, ഫുട്ബോളാ ഗൈസ്? ഫുട്ബോൾ ഇതല്ലല്ലോ. റാക്കറ്റ്. ഓ, റോക്കറ്റ് എന്നൊക്കെയാടാ ഞാൻ വായിക്കണം. ബോക്സിംഗ് ബാഗ്. എൻ്റെ പൊന്ന്, ഇത് മൊത്തമൊന്നും മേടിക്കൂലടാ. ഇത് മൊത്തം തികയാൻ പോണേ ഉള്ള. നമുക്കപ്പോൾ മേളിലപ്പോൾ ഫുട്ബോൾ സെറ്റപ്പ് ചെയ്യാം. ഏത് ഫുട്ബോളും ബാസ്കറ്റ് ബോളും അങ്ങനത്തെ ഇപ്പം സ്പോർട്സ് സംബന്ധമായി. ഇത് ജിമ്മാണ്. അപ്പോൾ നമുക്ക് അവിടെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അത്രയും വലുതായിട്ട് നമുക്ക് പണിയാൻ പറ്റും. സ്കോട്ടർ ഗോള് നമുക്ക് 2 മേടിച്ചിട്ട് നടുക്കൊരു ഫുട്ബോൾ വെച്ചാൽ മതി. സെറ്റ്. അപ്പോൾ ഫസ്റ്റ് തന്നെ സുഹൃത്തുക്കളെ ഡമ്പല് മേടിച്ചിട്ടുണ്ട്. ഡമ്പല് നമുക്ക് താഴ്ത്തിങ്ങനെ വണ്ടിയില്ലല്ലോ. ഇവിടെ അടുപ്പിച്ച് കിടക്കട്ടെ അല്ലേ? ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് ഡമ്പല്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടടാ, താഴത്ത് ആരെങ്കിലും ഡമ്പല് ഇടും. പക്ഷെ അങ്ങനെ ഒരു വൃത്തി വേണ്ടടാ. ഫർണിച്ചറിൽ പോയിട്ട് നമുക്ക് ടേബിൾ എടുക്കാം. ടേബിളിൽ നമുക്ക് വെക്കാതല്ലേ നല്ലത്. ലോങ് ടേബിൾ. ഇതേടാ ലോങ് ടേബിൾ ഇവിടെ കിടക്കണം. പിന്നെയാണ് ഇത് വെക്കാം. ഇവിടെയും വെക്കാം. കഴിഞ്ഞ്. ഇത് മതി. ഇത്രയും മതി. ഓവറായിട്ട് നമ്മൾ കുളവാക്കുന്നില്ല, അറിയാലോ. നമ്മളെല്ലാം മേടിക്കുന്നില്ല, കുറച്ചായിട്ട് മേടിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഓവർ ഈ പറഞ്ഞ സ്കോട്ടർ ബോളും ബാസ്കറ്റ് ബോളും അങ്ങനെ ഈ ബാർബല്ല അതൊന്നും മേടിക്കുന്നില്ല. ആകെ ഒരു ഡമ്പൽ സെറ്റ് മാത്രം മതി. പിന്നെ പുള്ളപ്പ് ബാറാ. അതെങ്ങനെയാടാ? എന്തോ സെറ്റപ്പ് മേടിച്ച് നോക്കിയാലോ? എന്തായാലും മേടിച്ച് നോക്കാം. ഇതെന്താടാ? എന്താ ചെയ്യണ്ട? ഇവിടെ ഇങ്ങനെ നോക്കണം. അയ്യോ ഗൈസ്, ഇത് പറ്റിക്കലാന്ന് തോന്നുന്നു. ഡ്യൂപ്ലിയടാ. ഓ, പുള്ളപ്പേ
എടാ പുള്ളപ്പേടാ. പുള്ളപ്പേ പുള്ളപ്പയാൻ പറഞ്ഞിട്ട് അതിൻ്റെ മണ്ടേ കയറികളിരിക്കണം. അയ്യേ ഇത് പുള്ളപ്പ ചെയ്യണെങ്കിൽ പുള്ളപ്പേതാ. പുള്ളപ്പ ചെയ്യണേ. പൊളിച്ച് 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 ഇത് സ്റ്റൈലൊക്കെയാണ് നമ്മൾ പുള്ളപ്പയാണ്. കണ്ട നമ്മുടെ എക്സ്പ്രഷൻ മാറാണ്ടൊക്കെയാണ് നമ്മൾ പുള്ളപ്പ് ചെയ്യുന്നത്. എൻ്റെ മോനെ ഇത് കൊള്ളാട്ടോ. പടച്ചോടച്ചൊക്കെ കയറാൻ പറ്റുമോ? നൈസ് സാധനം. കുറേ പുള്ളപ്പുണ്ടല്ലോ. അത് വേണ്ടായിരുന്നിട്ട് സത്യം പറഞ്ഞോ. എന്തിനു കൊള്ളാം. ഓക്കെ, ഇനി മേടിക്കാൻ പൈസ ഇല്ല. ഇതെന്താണ്? ഫീൽഡ് ഗോളാ? അതേതാണ്? എടാ ബോക്സിങ് റിങ്ങിൻ്റെ 2000. എൻ്റെ പൊന്നോ. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഐറ്റംസ് വേറെ. ഇതെന്താടാ? ബീച്ച് ചെയർ, സാൻഡ് റോക്സ്. കൊള്ളാലോടെ. ബീച്ച് സാൻഡ്. ഇതൊക്കെ പൈസ ഇല്ലല്ലോ. റോബക്സടാ. എൻ്റെ പൊന്നോ. ഈവൻ്റ് വരുമ്പോളാടാ ഔട്ട് സൈഡൊക്കെ ലോഗും റോക്കൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഭംഗിയാക്കാം. എടാ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് കണ്ട പക്ക ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പുറത്ത് തോന്നിപ്പിക്കണത് കണ്ട. ജസ്റ്റ് സിംഗിൾ. ഇവിടെ കുറച്ച് നല്ല ഡിസൈൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ കണ്ട പുറത്ത് ഇതുപോലത്തെ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് കയറാൻ പറ്റുന്നില്ല. നമുക്കിതിന് റിക്വസ്റ്റ്. അമ്മേ അയ്യോ ഗൈസ് എന്നെ കൊന്നിട്ടാ. ഓക്കെ 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 ന്യൂ ഫ്രണ്ട്. അയ്യോ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവും. നമുക്കിനി ഗെയിമിംഗ് റൂം എന്തായാലും സെറ്റായി. ഇതൊക്കെ കൊള്ളാട്ടോ. ഗെയിമിംഗ് റൂമും ഫിഷ് ടാങ്കിൽ മീൻ ഓടുന്നില്ല. മീനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഫിഷുകൾ. ഇവിടെ കണ്ടാടോ 2 കസേര സ്റ്റൂളിൻ്റെ. ഇത് കുറച്ച് നീക്കിടാറുന്നില്ലേ? അല്ലടാ എന്തായാലും മാറ്റാൻ നിൽക്കണ്ട. ഇതിൻ്റെ കറക്റ്റ് നടുക്ക് തന്നെ നേരെ തുറക്കുമ്പോൾ തിയേറ്റർ കേട്ടോ. എൻ്റെ പൊന്നോ. അത് ഡിലീറ്റ് ചെയ്ത് ഗൈസ്. ഇങ്ങനെ പിടച്ചൊക്കെ കയറണം. നൈസ്. അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിതാ ജിമ്മ് തുടങ്ങുന്നുള്ളൂ. നമ്മുടെ ഗെയിമിങ്ങും ഇതൊക്കെ ഓക്കെയാണ്. അതെങ്കിൽ കിച്ചൺ കിടക്കാണ് ഗൈസ്. ഇത് കുറേ എന്ന് വെച്ചാൽ കുറേ പരിപാടി ഉണ്ടാ. പക്ഷെ എൻ്റെ പൊന്നോ സേവ്സാ. വേസ്റ്റ് ടു ലോഡ് ഗൈസ്. ഇതെന്താടാ? അയ്യോ ഗൈസ് എൻ്റെ പൊന്നാളിയാ. പേടിച്ചെന്ന് വെച്ചാൽ പേടിച്ചു പോയി ഗൈസ്. സേവ്സിൽ എന്താണ് ഇങ്ങനെ എംറ്റി ബേസ്? ഇതൊക്കെ എന്താണ് ബേസ് ഇങ്ങനെ എംറ്റി ആക്കണത്? കിറ്റാ. ഇത് ഗൈസ് ഇങ്ങനെയായിട്ട് നമ്മൾ മേടിക്കണതാണ്. ഇപ്പം 19 റോബക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റണല്ലോ. ബേസ് ഇത് കറക്റ്റ് ഐഡിയ. ട്രോളാ? കില്ലോള്. ട്രോൾ ചെയ്യാൻ സ്റ്റോറിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ ഒന്നും ഇല്ലടാ ഇതിൽ. നമുക്കിനി പൈസ കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും മേടിക്കണം. ഇപ്പോൾ $110 എന്തെങ്കിലും മേടിക്കണം. വേറെ വഴിയില്ല.
ഇനിയിപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഫർണിച്ചർ, ജിമ്മിൽ ഇനി ബാക്കി $160 ആയ സ്ഥിതിക്ക് $250 നമുക്കിതാ ബെഞ്ച് പ്രസ് ഉണ്ട്, അത്യാവശ്യം നല്ല ഓല സെറ്റപ്പുകളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എന്തായാലും മേടിക്കാണ്ടിരുന്നില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ ഗൈസ്. പക്ഷെ $100 ഒതുങ്ങാൻ പറ്റിയ ഐറ്റംസ് ഇല്ല, അതാ പ്രശ്നം. ലോക്കർക്ക് എന്തിനാണ്? നമുക്ക് ഫുഡൊക്കെ ലോക്കറിലാക്കി വെക്കാനാണ്. സെർച്ചൊന്നും ചെയ്യണ്ട. വേറെ നല്ലത് വേണമെങ്കിൽ 100-250 നമുക്കൊരു ബെഞ്ച് പ്രസ്സും സ്ക്വാട്ട് റോക്കും വേണമെങ്കിൽ ഏതെങ്കിലും ഒന്നും. ഹെവി ഡമ്പൽ വേണ്ട, വേണമെങ്കിൽ ട്രെഡ്മില്ല് മേടിക്കാം $400. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഐറ്റംസ് ഉള്ളത്. പൈസ ആവണോടെ ഇനിയും കുറേ ആവണം, എന്നാലേ ബാക്കി കളികളൊക്കെ നീങ്ങുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. തിയേറ്റർ നമ്മൾ എന്തായാലും ഫൈനലി ഫിനിഷാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? അത് കഴിഞ്ഞിട്ട് ഇതാ മേളിൽ കിച്ചൻ്റെ നമ്മൾ പണികൾ ചെയ്തു. സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, പണിത് തീർന്ന് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കഴിയും. പിന്നെ ഇതാ മേളിലൊരു ഐറ്റം, മേളിൽ അവിടെ എന്തോ സെറ്റപ്പ് ചെയ്യണം. അത് എനിക്കൊരു പ്ലാൻ ഇല്ല. മേളിൽ എന്തായാലും പണിയണം. ഇവിടെ സ്ഥലം വേണം. ഇവിടെ പണിതിട്ട് കാര്യമില്ലടി ഈ സ്ഥലത്ത് എന്ത് പണിയാനാ അല്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.